നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കുറിച്ച് നാട്ടുകാർക്കുള്ള ഭീതിയെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഓരോ വെളിപ്പെടുത്തലുകളും വരുന്നത്. ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം ആ ജനങ്ങൾ അവിടെ ജീവിച്ചിരുന്നത് എന്നാണ് അത്ഭുതപ്പെടേണ്ടത്. ചെന്താമരയുടെ ബന്ധുക്കൾ അടക്കം തന്നെയാണ് പല ഇത്തരത്തിലുള്ള വെല്ലുവിളിയുമായി ചെന്താമര പലപ്പോഴും വന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ചെന്താമര കത്തിക്ക് മൂർച്ച കൂട്ടിയെന്നാണ് ബന്ധുക്കളിൽ ചിലർ വെളിപ്പെടുത്തുന്നത്. ചെന്താമര പക കൊണ്ട് നടക്കുന്നവനാണെന്ന് സ്വന്തം അമ്മാവൻ നാരായണൻ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദേശീയക്കാരനാണെന്നും പക തോന്നിയാൽ എന്തും ചെയ്യുന്ന ആളാണെന്നാണ് നാരായണൻ പറഞ്ഞിരിക്കുന്നത്. അയൽവാസിയായ സ്ത്രീയെ പ്രണയിച്ചാണ് ചെന്താമര വിവാഹം കഴിച്ചത്. ഭാര്യ വീട്ടിൽ ആരെങ്കിലും വിവാഹാലോചനയുമായി എത്തിയാലും ഭീഷണിപ്പെടുത്തുമെന്നും നാരായണൻ വെളിപ്പെടുത്തി. കല്യാണശേഷം വീട് വിട്ടിറങ്ങിയെത്തിയപ്പോൾ തന്റെ വീട്ടിലെത്തി ആദ്യം. 4 വർഷം അമ്മാവനായ നാരായണന്റെ വീട്ടിലായിരുന്നു താമസം. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം യാതൊരു ബന്ധവുമില്ലെന്നും നാരായണൻ പറഞ്ഞു വെക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് പണമേറെയും ചെലവഴിക്കുന്നതെന്നും അമ്മാവൻ പറയുന്നുണ്ട്. അമ്മയുമായി മാത്രമാണ് ചെന്താമരയ്ക്ക് ബന്ധമുണ്ടായിരുന്നതെന്നും ബന്ധുക്കളോടൊന്നും സംസാരിക്കാറില്ലായിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഭക്ഷണം വീട്ടിൽ സ്വയം വെച്ച് കഴിക്കാറാണ് പതിവ്. വീട്ടിൽ എല്ലാവരും വിവാഹം ചെയ്യും മുമ്പേ കല്യാണം കഴിച്ച് വീട് വിട്ടിറങ്ങിയതാണ് ചെന്താമര. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധമില്ലായിരുന്നു. അമ്മയെ കാണാൻ മാത്രമാണ് തറവാട്ടിലേക്ക് വരുന്നത്. പ്രതി തങ്ങളുടെ കുടുംബത്തിന് ഭീഷണിയെന്നും ബന്ധു വ്യക്തമാക്കി. അതായത് ചെന്താമര ഇനി കൊലപ്പെടുത്തണമെന്ന് കരുതിയിട്ടുള്ളവരിൽ വീണ്ടും 2 പേർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. തങ്ങളെയും കൊല്ലുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് വീട്ടിൽ കയറാൻ അനുവദിക്കുന്നത്. ആദ്യ കൊലപാതക ശേഷം ഒളിവിൽ പോയ ചെന്താമര തറവാട് വീട്ടിലെത്തിയത് ചോറ് ചോറ് എന്ന് പറഞ്ഞായിരുന്നു. വീട്ടുകാരാണ് അന്ന് പോലീസിനെ വിവരം അറിയിച്ചത്. ഭാര്യയുമായി ചെന്താമര മിക്കപ്പോഴും വഴക്കിടാറുണ്ടായിരുന്നുവെന്നും ബന്ധു വെളിപ്പെടുത്തി. ജാമ്യം ലഭിക്കാൻ ബന്ധുക്കളോ വീട്ടുകാരോ സഹായിച്ചിട്ടില്ലെന്നും പ്രതി സ്വന്തം നിലയിലാണ് അതെല്ലാം ചെയ്തതെന്നും ബന്ധു പറഞ്ഞു. കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കണമെന്ന തിടുക്കമുണ്ടായിരുന്ന ആളാണ് ചെന്താമരയെന്നും ഇയാളുടെ മറ്റൊരു ബന്ധുവായ പരമേശ്വരനും പറഞ്ഞു വെക്കുന്നു. ഇതിനായി പലയിടങ്ങളിലും പോകുന്നത് പതിവായിരുന്നു. ഭാര്യ അകലാൻ കാരണം നീളൻ മുടിയുള്ള സ്ത്രീയാണെന്ന് ഒരു ജ്യോതിഷി പറഞ്ഞു. നീണ്ട മുടി ഉണ്ടായിരുന്ന സജിതയെ കൊലപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. ഇന്നലെ കത്തി മൂർച്ച കൂട്ടി വെച്ചിരുന്നു. എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കെതിരെയുള്ള ശത്രുക്കളെ വകവരുത്താനാണെന്നാണ് പ്രതി പറഞ്ഞതെന്നും പരമേശ്വരൻ പറഞ്ഞു. ചെന്താമര ആരോടും മിണ്ടാറില്ലെന്നും പുറത്തിറങ്ങുന്നത് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണെന്നും പരമേശ്വരൻ പറഞ്ഞു. നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയ്ക്കെതിരെ മുൻപ് പരാതിപ്പെട്ടിരുന്നെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്ന ആരോപണങ്ങളായി നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലയും രംഗത്ത് വന്നിട്ടുണ്ട്. ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 മാസം മുമ്പാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത്. ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ പറയുന്നുണ്ട്. ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലെന്നും മാറി താമസിക്കുകയായിരുന്നെന്നും അഖില പറയുന്നു. സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ്. ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത്. ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ 29-ന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ലെന്നാണ് അഖിലയുടെ ആരോപണം. ചെന്താമരയെ സഹായിക്കാൻ വയ്യാതെയാണ് ഭാര്യ വീട് വിട്ടു പോയതെന്ന് ചെന്താമരയുടെ അമ്മായി പറഞ്ഞു. അവന്റെ കയ്യിലുള്ള കൊടുവാൾ കണ്ടിട്ടാണ് ഭാര്യ രക്ഷപ്പെട്ടത്. അല്ലാതെ സജിതയ്ക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവൾ പാവമാണ്. ഇവിടെ അരിഞ്ഞു വീഴ്ത്തേണ്ട 3-4 പേരുണ്ടെന്നും അവൻ എപ്പോഴും പറയാറുണ്ടെന്നും അവനെ എല്ലാവർക്കും പേടിയാണെന്നും അമ്മായി പറഞ്ഞു. ചെന്താമരയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും പേടിയോടെയാണ് ഇപ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തി അവൻ വിഷം കഴിച്ചു മരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു.